look at you and it's easy to see you are that someone I've been trying to meet. I got your number, won't you pick up the phone? Don't leave me hanging on the dial tone. Think back to the night that we met, jumping in the pool, talk to you, dripping wet. Nervous when I speak, so I trip on my tongue. Never thinking you would be my number one. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മളോടല്ല നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ പ്രിയ കലാകാരൻ ആസിഫ് അലി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നിങ്ങളോട് അധികം സംസാരിക്കുന്നതായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ കൈയടിച്ച് സ്വാഗതം. Good afternoon. Good afternoon. ഇത്ര എനർജി വേണം എപ്പോഴും കേട്ടോ. സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശബ്ദമായിരിക്കണം എല്ലായിടത്തും കേൾക്കുക. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പെട്ടെന്നാണ് എന്നെ വിളിച്ച് നിങ്ങളെല്ലാവരും കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഒരുപാട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ കുറെ പേരെ ഞാൻ നേരത്തെ കണ്ടു. എല്ലാവരെയും കൈ കാണിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. എങ്ങനെ എല്ലാവരും സിനിമയെ കാണാറുണ്ടോ? ആർക്കൊക്കെ ഇഷ്ടമാണ് സിനിമ? ഒന്ന് കൈവെക്കൂ. അഭിനയിക്കാൻ ഇഷ്ടമുള്ള ആരൊക്കെയാണോ? ഒന്ന് കൈവെക്കൂ. സിനിമ ഡയറക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആരൊക്കെയാണ്? അഭിനയം മാത്രമല്ല, സിനിമ ഡയറക്ഷനും ഉണ്ട്. നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ ഇല്ലേ, അതുപോലെയാണ് ഡയറക്ടർ പ്രിൻസിപ്പളിനെ പോലെ. അപ്പൊ ഞങ്ങളൊക്കെ ഡയറക്ടർ പറയുന്നത് കേട്ടാണ് ഞങ്ങളൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ ആക്ടർ മാത്രമല്ല, നടനോ നടിയോ മാത്രമല്ല, ഒരു സംവിധായകനെയും കൂടെ ഇനി മുതൽ സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കണം. സിനിമകൾ ശ്രദ്ധിക്കണം, നല്ല സിനിമകൾ കാണണം, സുഹൃത്തുക്കളോട് പറയണം. ഒരുപാട് കലാകാരന്മാർക്ക് സിനിമയിൽ സാധ്യതയുണ്ട്. നിങ്ങളൊക്കെ വലുതാകുമ്പോൾ നമുക്ക് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മാത്രം പോരാ അല്ലേ? ഞാനൊരു ഡോക്ടർ എഞ്ചിനീയർ ഒന്നും അല്ല. എന്നിട്ട് നിങ്ങൾ എന്നെ കാണുമ്പോൾ കൈയടിക്കുന്നുണ്ട്, കൈവീശി കാണിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്കും ആവാൻ പറ്റും. പക്ഷെ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കേട്ട് നന്നായി പഠിക്കണം. ടീച്ചേഴ്സ് ആരും നമ്മുടെ എനിമീസ് അല്ല. ഓക്കെ, നമ്മൾ നന്നായത് കൊണ്ടോ നമുക്ക് ഒത്തിരി മാർക്ക് കിട്ടിയത് കൊണ്ടോ ഒന്നും അവർക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നല്ല പൊസിഷനിൽ എത്താനും നമ്മൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടായി കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സൊക്കെ നിങ്ങളെ കുഞ്ഞി പണിഷ്മെന്റ്സ് തരുന്നത്. ഞാനൊക്കെ പഠിക്കുമ്പോൾ വടി കൊണ്ട് അടിക്കുമായിരുന്നു. ഇപ്പൊ വടി കൊണ്ട് അടിക്കലൊന്നും ഇല്ല. ടീച്ചേഴ്സ് ചിരിക്കുന്നു. എംപോസിഷൻ എഴുതിക്കാറുണ്ടോ? അത് കുഴപ്പമില്ല, എഴുതി പഠിക്കാനല്ലേ. അപ്പൊ നന്നായി പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഞങ്ങൾക്ക് അവിടെ ഷൂട്ട് നടക്കുവാണ്. മഴ വരുന്നതിന് മുന്നേ ആ ഷൂട്ട് തീർക്കണം. അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും നേരിട്ട് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പോയിക്കോട്ടെ. ഞാൻ കാരണം എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയല്ലേ. ഓക്കെ, അപ്പോ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ. ടേക്ക് കെയർ.